ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്. പല ആളുകളും കമൻറ്റിൽ ചോദിച്ചതുമായ ഒരു കാര്യമാണ്. എല്ലാ ആളുകൾക്കും ഈ ഡൗട്ട് ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഡൗട്ടുണ്ട്. യെസ്, നമ്മൾ തമ്പനയിൽ കണ്ടതാണ് വൈ ഡിഡ് ആൻഡ് വൈ ഡിഡിൻറ്റ്. വൈ ഡിഡ് ആൻഡ് വൈ ഡിഡിൻറ്റ്. ഈ രണ്ട് രീതികൾ ചില ആളുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. വൈ ഡിഡിൻറ്റ്, വൈ ഡിഡ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ആളുകളുണ്ട്. ഇത് മാറിപ്പോകുന്നത് ഇത് അർത്ഥം എന്താണ്, ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അർത്ഥം എന്താണ് എന്ന് അറിയാത്ത ആളുകൾക്കാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് വാക്കുകളും ഈ രണ്ട് രീതികളും, രണ്ട് വാക്കെന്ന് പറയാൻ പറ്റില്ല, ഈ രണ്ട് രീതികളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് അർത്ഥം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വൈ ഡിഡ് ആൻഡ് വൈ ഡിഡിൻറ്റ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. വൈ ഡിഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്തു എന്നാണ്. എന്തുകൊണ്ട് ചെയ്തു. വൈ ഡിഡിൻ, എന്തുകൊണ്ട് ചെയ്തില്ല. ഇത് തന്നെയാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. വൈ ഡിഡ് എന്തുകൊണ്ട് ചെയ്തു, വൈ ഡിഡിൻറ്റ് എന്തുകൊണ്ട് ചെയ്തില്ല. ഇപ്പോൾ ഒരാൾ പറയാണ് നീ എന്തുകൊണ്ടത് വാങ്ങിച്ചു, നീ എന്തുകൊണ്ടത് വാങ്ങിച്ചു, നിന്നോട് ആരാ അത് വാങ്ങിക്കാൻ പറഞ്ഞത്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം അല്ല അയാൾ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല അയാളത് വാങ്ങിച്ചത്. അപ്പോൾ അയാളോട് നമ്മൾ പറയാണ് നീ എന്തുകൊണ്ടത് വാങ്ങിച്ചു, നീ എന്തിനത് വാങ്ങിച്ചു, ഞാൻ പറഞ്ഞു നിന്നോടത് വാങ്ങാൻ. അതുപോലെ തന്നെ ഒരാൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്തില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും നീ എന്തുകൊണ്ടത് വാങ്ങിച്ചില്ല, നീ എന്തുകൊണ്ടത് ചെയ്തില്ല. അപ്പോൾ നീ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിക്കാം. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അയാൾ ചെയ്തതെങ്കിൽ നീ എന്തുകൊണ്ടത് ചെയ്തു അത് പറ. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അയാൾ ചെയ്തില്ല, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു രണ്ട് രീതി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് വൈ ഡിഡ് അതുപോലെ തന്നെ വൈ ഡിഡിൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എന്തിന് അവളോടത് ചോദിച്ചു, നീ അവളോട് എന്തിന് ചോദിച്ചു. നീ അല്ലാതെ ആരെങ്കിലുമൊക്കെ അവളോട് പോയി ചോദിക്കൂ, നീ എന്തിന് അവളോട് ചോദിച്ചു. ഇപ്പോൾ ചോദിച്ചത് വലിയ പ്രശ്നമായിരിക്കുകയാണ്, നീ എന്തിനത് ചോദിച്ചു. വൈ ഡിഡ് യു ആസ്ക് ഹെർ. വൈ ഡിഡ് യു ആസ്ക് ഹെർ എന്ന് പറഞ്ഞാൽ എന്തിന് നീ അവളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് നീ അവളോട് ചോദിക്കണം എന്നൊന്നും അല്ല അർത്ഥം. നീ എന്തിന് അവളോട് ചോദിച്ചു. ആര് പറഞ്ഞു നിന്നോട് അവളോട് പോയിട്ട് ചോദിക്കാൻ. വൈ ഡിഡ് യു ആസ്ക് ഹെർ. ഇതന്നെ നമുക്ക് ഇങ്ങനെയും പറയും, നീ എന്തുകൊണ്ട് അവളോട് ചോദിച്ചില്ല, നീ എന്തുകൊണ്ട് അവളോട് ചോദിച്ചില്ല. നീ നാട്ടുകാരോടൊക്കെ ചോദിച്ചു, എന്നോടും ചോദിച്ചു. പ്രധാനമായിട്ട് ചോദിക്കേണ്ടിയിരുന്നത് നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അവളോടായിരുന്നു. നീ എന്തുകൊണ്ട് അവളോട് ചോദിച്ചില്ല. വൈ ഡിഡിൻറ്റ് യു ആസ്ക് ഹെർ. വൈ ഡിഡിൻറ്റ് യു ആസ്ക് ഹെർ. നീ അവളോട് എന്തുകൊണ്ട് ചോദിച്ചില്ല, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് അവളോട് ചോദിച്ചില്ല. വൈ ഡിഡിൻറ്റ് യു ആസ്ക് ഹെർ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായൊരു വീഡിയോ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഒന്ന് ശ്രദ്ധിച്ച എല്ലാ ആളുകൾക്കും ഇത് മനസ്സിലാവുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിളൂടെ പറയാം. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് അവൻ എന്തിനു പോയി, എന്തുകൊണ്ട് അവൻ പോയി, അല്ലെങ്കിൽ അവൻ എന്തിനു പോയി. വൈ ഡിഡ് ഹി ഗോ. അവൻ എന്തിനു പോയി. അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഈ പോകുന്ന കാര്യം. ഈ ഒരു ചെക്കൻ എന്നോട് ഇത് ചോദിച്ചുകൂടായിരുന്നു. വൈ ഡിഡ് ഹി ഗോ. അവൻ എന്തിനു പോയി, അവന് പോവേണ്ട എന്താവശ്യമുള്ളത്. ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അയാൾ പോവേണ്ട അത്യാവശ്യമായ ഒരു സ്ഥലം തന്നെയായിരുന്നു, നമ്മൾ നോക്കുമ്പോൾ അവൻ പോയില്ല. വൈ ഡിഡ്ന്റ് ഹി ഗോ യെസ്റ്റർഡേ. അവൻ എന്തുകൊണ്ട് ഇന്നലെ പോയില്ല, ഞാൻ അവനോട് പറഞ്ഞതായിരുന്നല്ലോ നിർബന്ധമായിട്ട് പോകണം എന്നുള്ളത്. വൈ ഡിഡ്ന്റ് ഹി ഗോ യെസ്റ്റർഡേ. അവൻ എന്തുകൊണ്ട് ഇന്നലെ പോകില്ല. ഓ മൈ ഗോഡ്, വൈ ഡിഡ്ന്റ് ഹി ഗോ യെസ്റ്റർഡേ. അവൻ എന്തുകൊണ്ട് ഇന്നലെ പോയില്ല. അത് പോവേണ്ട അത്യാവശ്യമായ കാര്യമായതുകൊണ്ട് അവൻ പോയില്ല. ആദ്യം പറഞ്ഞത് പോവേണ്ടാത്തൊരു കാര്യമായിരുന്നു, അവൻ അതിന് പോവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ വൈ ഡിഡ് ഹി ഗോ യെസ്റ്റർഡേ. അവൻ എന്തുകൊണ്ട് ഇന്നലെ പോയി, എന്തിന് ഇന്നലെ അവൻ പോയി. വൈ ഡിഡ്ന്റ് ഹി ഗോ യെസ്റ്റർഡേ. എന്തുകൊണ്ട് ഇന്നലെ അവൻ പോയില്ല. യെസ്, ഇങ്ങനെയാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരാളോട് പറഞ്ഞിരുന്നു നീ നീല കളറുള്ള ആ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് വരാനാണ് പറഞ്ഞത്. അവളോട് നീല കളറുള്ള ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞു. പക്ഷെ അവൾ വാങ്ങിച്ചത് ചുവപ്പ് കളറുള്ള ഡ്രസ്സായിരുന്നു, ഒരു റെഡ് കളറായിരുന്നു. അപ്പോൾ നമ്മൾ അവളോട് ചോദിക്കുകയാണ് നീ എന്തിന് ഈ റെഡ് കളർ വാങ്ങി, നീ എന്തിന് ഈ റെഡ് വാങ്ങി, നീ എന്തുകൊണ്ട് നീല കളർ വാങ്ങിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ വൈ ഡിഡും ചോദിക്കാം, വൈ ഡിഡിനും ചോദിക്കാം. അപ്പോൾ നീ എന്തുകൊണ്ട്
ചുവപ്പ് കളർ വാങ്ങി? വൈ ഡിഡ് യു ബൈ ദ റെഡ് വൺ? വൈ ഡിഡ് യു ബൈ ദ റെഡ് വൺ? നീ എന്തിന് ഈ ചുമപ്പ് കളർ വാങ്ങിച്ചു? ഈ ചുവപ്പ് കളറുള്ളത് നീ എന്തിന് വാങ്ങിച്ചു? വൈ ഡിഡ് യു ബൈ ദി റെഡ് വൺ? നീ എന്തിന് ചുവപ്പ് കളർ വാങ്ങിച്ചു? തിരിച്ചും ചോദിക്കാം, വൈ ഡിഡ്ന്റ് യു ബൈ ദി ബ്ലൂ വൺ? നീ എന്തുകൊണ്ട് നീല കളർ വാങ്ങിച്ചില്ല? ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നീല, ഇപ്പം എങ്ങനെയുണ്ട്? വൈ ഡിഡ്ന്റ് യു ബൈ ദി ബ്ലൂ വൺ? നീ എന്തുകൊണ്ട് നീല കളർ വാങ്ങിച്ചില്ല? അപ്പോൾ അയാൾ പറയാണ് അവിടെ നീല ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അവസാനമായിട്ട് ഒരു എക്സാമ്പിളോടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സാധാരണ ആളുകൾ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന രണ്ട് രീതിയാണ്. നമ്മളെല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ് മലയാളത്തിൽ, നീയൊക്കെ എന്തിനു പഠിച്ചു? ഒരു കാര്യം ചോദിച്ചിട്ട് നിനക്കറിയില്ല, നീ എന്തിനു പഠിച്ചു അല്ലേ? പിന്നെ ചില ആളുകളുണ്ട്, നമ്മൾ ചോദിച്ചിട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല, നീ എന്തുകൊണ്ട് പഠിച്ചില്ല? പഠിക്കണേ, പഠിച്ചാലേ കിട്ടുള്ളൂ, നീ എന്തുകൊണ്ട് പഠിച്ചില്ല? അങ്ങനെയും ചില ആളുകൾ കളിയാക്കാറുണ്ട്. തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ, നീ എന്തുകൊണ്ട് പഠിച്ചില്ല? പഠിക്കാൻ വിട്ട സമയത്ത് നീ അതിലെ തെണ്ടി തിരിഞ്ഞ് നടന്നു, നീ എന്തുകൊണ്ട് പഠിച്ചില്ല? യെസ്, അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. വൈ ഡിഡ് യു സ്റ്റഡി? വൈ ഡിഡ് യു സ്റ്റഡി? നീ എന്തിനു പഠിച്ചു? ആർക്കാ അപ്പം അതുകൊണ്ട് ഉപകാരം ഉണ്ടായത്? വൈ ഡിഡ് യു സ്റ്റഡി? നീ എന്തിന് പഠിച്ചു? തിരിച്ചും ചോദിക്കാം, വൈ ഡിഡ് യു സ്റ്റഡി? നീ എന്തുകൊണ്ട് പഠിച്ചില്ല? പൈസ ചിലവാക്കിയിട്ട് നിന്നെ പഠിക്കാൻ വിട്ടതല്ലേ? വൈ ഡിഡ് യു സ്റ്റഡി? നീ എന്തുകൊണ്ട് പഠിച്ചില്ല? അപ്പോൾ ഇങ്ങനെയും പറയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വൈ ഡിഡ് ആൻഡ് വൈ ഡിഡ്ന്റ്. വളരെ ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും